പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ ഒരു പുതിയ കഥ ആരംഭിക്കുകയാണ്. ഒലിവർ ട്വിസ്റ്റ്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളായ ചാൾസ് ഡിക്കൻസിന്റെ നോവലാണ് ഒലിവർ ട്വിസ്റ്റ്. സാമൂഹിക അനീതിയും ദരിദ്രരുടെ കഷ്ടപ്പാടുകളും തന്റെ നോവലുകളിലൂടെ എടുത്തുകാണിച്ചതിലൂടെ ചാൾസ് ഡിക്കൻസ് അറിയപ്പെടുന്നു. പട്ടിണി, ക്രൂരത, അവഗണന എന്നിവ നേരിടുന്ന ഒരു വർക്ക്ഹൗസിൽ ജനിച്ച അനാഥനായ ഒലിവറിന്റെ കഥയാണ് പുസ്തകം പറയുന്നത്. ആദ്യ 2 അധ്യായങ്ങളിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ദയവായി അഭിപ്രായങ്ങൾ നൽകുക. അധ്യായം 1. ഒലിവർ ട്വിസ്റ്റിന്റെ ജനനവും സാഹചര്യങ്ങളും. ഒരു പ്രത്യേക പട്ടണത്തിലെ അഗതി മന്ദിരത്തിലാണ് ഒലിവർ ട്വിസ്റ്റ് ജനിച്ചത്. ആ പട്ടണത്തിന്റെ പേര് വെളിപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. അവൻ ജനിച്ച സമയത്ത് അവൻ ജീവിക്കുമോ എന്ന് എല്ലാവർക്കും വലിയ സംശയമായിരുന്നു. അവൻ അന്ന് മരിച്ചിരുന്നെങ്കിൽ ഈ കഥ ഇത്രയും നീളുമായിരുന്നില്ല. ഒരു അഗതി മന്ദിരത്തിൽ ജനിക്കുന്നത് അത്ര നല്ല കാര്യമായി ആർക്കും തോന്നില്ല. പക്ഷേ ഒലിവറിന്റെ കാര്യത്തിൽ അത് നന്നായെന്നേ പറയാനാകൂ. അവിടെ അവനെ നോക്കാൻ വലിയ ഡോക്ടർമാരോ ഉത്കണ്ഠാകുലരായ ബന്ധുക്കളോ ഉണ്ടായിരുന്നില്ല. മദ്യപിച്ച ഒരു വൃദ്ധയും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒലിവർ പ്രകൃതിയോട് പോരാടി സ്വന്തം നിലയ്ക്ക് ശ്വസിക്കാൻ പഠിച്ചു. ഒടുവിൽ അവൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് താൻ ഈ ലോകത്തേക്ക് വന്ന വിവരം എല്ലാവരെയും അറിയിച്ചു. അപ്പോൾ കട്ടിലിൽ കിടന്നിരുന്ന വിളറിയ മുഖമുള്ള ഒരു യുവതി പതുക്കെ പറഞ്ഞു, "എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം, എന്നിട്ട് മരിക്കണം." അടുപ്പിനടുത്ത് കൈ കാപ്പിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ എഴുന്നേറ്റുവന്ന് ദയയോടെ പറഞ്ഞു, "ഓ, ഇപ്പോൾ തന്നെ മരണത്തെക്കുറിച്ച് സംസാരിക്കരുത്." അപ്പോൾ നഴ്സ് തന്റെ പോക്കറ്റിൽ ഒരു പച്ചക്കുപ്പി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു, "ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ. എന്നെപ്പോലെ പ്രായമാകുമ്പോൾ അവൾക്ക് ഇതൊക്കെ മനസ്സിലാകും. എനിക്ക് 13 മക്കളുണ്ടായിരുന്നു. അതിൽ 10 പേരും മരിച്ചു. ബാക്കി 2 പേർ എന്റെ കൂടെ ഈ അഗതി മന്ദിരത്തിലുണ്ട്. ഒരു അമ്മയാകുന്നത് എങ്ങനെയെന്ന് അവൾക്ക് അപ്പോൾ മനസ്സിലാകും." യുവതി തലയാട്ടി കുഞ്ഞിനായി കൈനീട്ടി. ഡോക്ടർ കുഞ്ഞിനെ അവളുടെ കൈകളിൽ കൊടുത്തു. അവൾ കുഞ്ഞിന്റെ നെറ്റിയിൽ സ്നേഹത്തോടെ ഉമ്മ വെച്ചു. ചുറ്റും ഒന്ന് നോക്കി, പിന്നെ കട്ടിലിലേക്ക് തളർന്നു വീണു മരിച്ചു. അവർ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ പോയിരുന്നു. "എല്ലാം കഴിഞ്ഞു, മിസ്സിസ് തിങ്കമി," ഡോക്ടർ പറഞ്ഞു. "അയ്യോ പാവം, എല്ലാം കഴിഞ്ഞു," നഴ്സ് പറഞ്ഞു. ഡോക്ടർ തന്റെ ഗ്ലൗസ് ഇട്ടുകൊണ്ട് പറഞ്ഞു, "കുഞ്ഞ് കരഞ്ഞാൽ എന്നെ വിളിക്കണ്ട. അവന് കുറച്ചു കുറുക്ക് കൊടുത്താൽ മതി. ഇവൾ കാണാൻ നല്ല സുന്ദരിയായിരുന്നല്ലോ. എവിടെ നിന്നാണ് വന്നത്? ഇന്നലെ രാത്രി ഓവർസിയർ പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിച്ചത്." വൃദ്ധ മറുപടി നൽകി. "അവൾ വഴിയിൽ കിടക്കുകയായിരുന്നു. ഒരുപാട് ദൂരം നടന്നതുകൊണ്ട് അവളുടെ ചെരുപ്പൊക്കെ തേഞ്ഞുപോയിരുന്നു. എവിടെ നിന്നാണ് വന്നതെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ ആർക്കും അറിയില്ല." ഡോക്ടർ അവളുടെ കൈ ഉയർത്തി നോക്കി. "പഴയ കഥ തന്നെ," അദ്ദേഹം തലയാട്ടി പറഞ്ഞു. "വിവാഹമോതിരം ഇല്ല. ശരി, ഗുഡ് നൈറ്റ്." ഡോക്ടർ അത്താഴം കഴിക്കാൻ പോയി. നഴ്സ് തന്റെ പച്ചക്കുപ്പിയിൽ നിന്ന് വീണ്ടും അല്പം കുടിച്ച ശേഷം കുഞ്ഞിനെ വസ്ത്രം ധരിപ്പിക്കാൻ തുടങ്ങി. വസ്ത്രങ്ങൾ ഒരു മനുഷ്യനെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നതിന് ഒലിവർ ട്വിസ്റ്റ് ഒരു മികച്ച ഉദാഹരണമായിരുന്നു. വെറുമൊരു പുതപ്പിൽ പൊതിഞ്ഞിരുന്നപ്പോൾ അവൻ ഒരു പ്രഭുവിന്റെ മകനാണോ അതോ ഒരു ഭിക്ഷക്കാരന്റെ മകനാണോ എന്ന് തിരിച്ചറിയാൻ ആർക്കും കഴിയില്ലായിരുന്നു. എന്നാൽ പഴയ മഞ്ഞനിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചതോടെ അവന്റെ സ്ഥാനം നിശ്ചയിക്കപ്പെട്ടു. അവൻ ഒരു അനാഥാലയത്തിലെ കുട്ടി മാത്രമായി മാറി. ലോകത്തിന്റെ അവഗണനയും പീഡനങ്ങളും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു പാവം അനാഥൻ.
ആരും അവനെ സ്നേഹിച്ചില്ല, ആർക്കും അവനോട് കരുണ തോന്നിയില്ല. ഒലിവർ ഉച്ചത്തിൽ കരഞ്ഞു. താൻ ഒരനാഥനാണെന്നും പള്ളി അധികാരികളുടെ ദയയിലാണ് തന്റെ ജീവിതമെന്നും അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരുപക്ഷേ ഇതിലും ഉച്ചത്തിൽ കരയുമായിരുന്നു. അധ്യായം 2. ഒലിവർ ട്വിസ്റ്റിന്റെ വളർച്ചയെയും വിദ്യാഭ്യാസത്തെയും ഭക്ഷണത്തെയും കുറിച്ച്. അടുത്ത 8-10 മാസങ്ങളിൽ ഒലിവർ ട്വിസ്റ്റ് വഞ്ചന നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് വളർന്നത്. അനാഥനായ ഈ കുഞ്ഞിനെ നോക്കാൻ വക്ക് ഹൗസിൽ ആരുമില്ലെന്ന് അധികൃതർ അറിയിച്ചു. അതിനാൽ ഒലിവറിനെ 3 മൈൽ അകലെയുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് അയക്കാൻ അവർ തീരുമാനിച്ചു. അവിടെ 20-30 കുട്ടികൾ ഉണ്ടായിരുന്നു. അവക്കാവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രമോ ലഭിച്ചിരുന്നില്ല. അവരെ നോക്കാൻ ഒരു പ്രായമായ സ്ത്രീ ഉണ്ടായിരുന്നു. ഓരോ കുട്ടിക്കും വേണ്ടി ലഭിക്കുന്ന പണത്തിന്റെ വലിയൊരു ഭാഗം അവർ സ്വന്തം ആവശ്യത്തിനായി എടുത്തു. കുട്ടികൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം പോലും അവർ നൽകിയിരുന്നില്ല. ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കുതിരയെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരാളുടെ കഥ പോലെയായിരുന്നു ഇത്. കുതിര അത് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചത്തുപോയി. അതുപോലെ ഈ സ്ത്രീയുടെ സംരക്ഷണയിലുള്ള കുട്ടികളും വിശപ്പും തണുപ്പും അവഗണനയും കാരണം പലപ്പോഴും മരണത്തിന് കീഴടങ്ങി. കുട്ടികൾ മരിക്കുമ്പോൾ അന്വേഷണം വരുമെങ്കിലും ഡോക്ടറും ഉദ്യോഗസ്ഥരും അധികൃതരെ അനുകൂലിച്ചാണ് സംസാരിച്ചിരുന്നത്. പരിശോധനയ്ക്ക് വരുന്നവർ എത്തുന്നതിന് ഒരു ദിവസം മുമ്പ് വിവരം അറിയിക്കുമായിരുന്നു. അതുകൊണ്ട് അന്ന് മാത്രം കുട്ടികളെ വൃത്തിയായി ഒരുക്കി നിർത്തി ആളുകളെ പറ്റിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഒലിവറിന് 9 വയസ്സായപ്പോൾ അവൻ മെലിഞ്ഞു വിളറിയ ഒരു കുട്ടിയായിരുന്നു. എങ്കിലും അവന് നല്ല മനക്കരുത്തുണ്ടായിരുന്നു. തന്റെ 9ാം ജന്മദിനത്തിൽ വിശക്കുന്നു എന്ന് പറഞ്ഞതിന് മറ്റ് 2 കുട്ടികൾക്കൊപ്പം അവനെ കൽക്കരി പുരയിൽ പൂട്ടിയിട്ടു. ആ സമയത്താണ് മിസ്റ്റർ ബംബിൾ എന്ന ഉദ്യോഗസ്ഥൻ അവിടേക്ക് വന്നത്. മിസ്സിസ് മാൻ ജനലിലൂടെ തല പുറത്തേക്കിട്ട് സന്തോഷം അഭിനയിച്ചു പറഞ്ഞു, "അയ്യോ മിസ്റ്റർ ബംബിൾ, നിങ്ങളാണോ ഇത്? സൂസൻ ഒലിവറിനെയും മറ്റുള്ളവരെയും വേഗം മുകളിൽ കൊണ്ടുപോയി കുളിപ്പിക്കൂ. നിങ്ങളെ കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷം." മിസ്റ്റർ ബംബിൾ ഒരു തടിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹം ദേഷ്യത്തോടെ ഗേറ്റ് ആഞ്ഞു കുലുക്കുകയും ചവിട്ടുകയും ചെയ്തു. മിസ്സിസ് മാൻ പുറത്തേക്ക് ഓടിവന്നു പറഞ്ഞു, "അയ്യോ ക്ഷമിക്കണം സാർ, കുട്ടികൾക്ക് വേണ്ടിയാണ് ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയത്. അത് ഞാൻ മറന്നുപോയി. ദയവായി അകത്തേക്ക് വരൂ മിസ്റ്റർ ബംബിൾ." മിസ്സിസ് മാൻ വളരെ വിനയത്തോടെയാണ് സംസാരിച്ചതെങ്കിലും മിസ്റ്റർ ബംബിളിന്റെ ദേഷ്യം മാറിയിരുന്നില്ല. മിസ്സിസ് മാൻ, സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ഗേറ്റിന് പുറത്ത് നിർത്തുന്നത് ശരിയാണോ? അനാഥരുടെ കാര്യങ്ങൾക്കായി വരുന്ന എന്നെപ്പോലെയുള്ള ഒരാളെ കാത്തുനിർത്തുന്നത് മര്യാദയാണോ? നിങ്ങൾ ഒരു സർക്കാർ പ്രതിനിധിയാണെന്ന കാര്യം മറന്നുപോയോ? മിസ്റ്റർ ബംബിൾ തന്റെ വടി മുറുക്കിപ്പിടിച്ചുകൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു. "അയ്യോ മിസ്റ്റർ ബംബിൾ, നിങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികളോട് നിങ്ങൾ വരുന്നുണ്ടെന്ന് പറയുകയായിരുന്നു ഞാൻ." മിസ്സിസ് മാൻ വളരെ വിനയത്തോടെ മറുപടി നൽകി. തന്റെ വാക്കുകൾ ഫലിച്ചുവെന്നും തന്റെ അധികാരം തെളിയിച്ചുവെന്നും ബംബിളിന് തോന്നി. അദ്ദേഹം ശാന്തനായി. "ശരി ശരി, നിങ്ങൾ പറയുന്നത് പോലെയാകാം. നമുക്ക് അകത്തേക്ക് പോകാം. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്," അദ്ദേഹം പറഞ്ഞു. മിസ്സിസ് മാൻ അദ്ദേഹത്തെ ചെറിയൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന് ഇരിക്കാൻ കസേര നൽകി. തൊപ്പിയും വടിയും ബഹുമാനത്തോടെ മേശപ്പുറത്ത് വെച്ചു. ബംബിൾ തന്റെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. തന്റെ തൊപ്പിയിലേക്ക് നോക്കി അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. ബംബിളും ഒരു മനുഷ്യനാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം ചിരിച്ചു. "ഞാൻ പറയുന്നത് കേട്ട് ദേഷ്യപ്പെടരുത്," മിസ്സിസ് മാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. "നിങ്ങൾ ഒരുപാട് ദൂരം നടന്നു വന്നതല്ലേ, അതുകൊണ്ട് ചോദിക്കുകയാണ്. എന്തെങ്കിലും അല്പം കുടിക്കുന്നോ?"
വേണ്ട, ഒന്നും വേണ്ട, ബംബിൾ ഗൗരവത്തിൽ കൈവീശി പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാവം കണ്ട മിസ്സിസ് മാനിന് കാര്യം മനസ്സിലായി. അല്പം തണുത്ത വെള്ളവും പഞ്ചസാരയും ചേർത്ത് കുറച്ചുമാത്രം കുടിക്കൂ, അവർ വീണ്ടും നിർബന്ധിച്ചു. ബംബിൾ ഒന്ന് ചുമച്ചു. അത് എന്താണ്? അദ്ദേഹം ചോദിച്ചു. കുട്ടികൾക്ക് സുഖമില്ലാതെ വരുമ്പോൾ മരുന്നായി കൊടുക്കാൻ ഞാൻ വീട്ടിൽ സൂക്ഷിക്കുന്നതാണ്. ഇത് ജിൻ ആണ്, ഞാൻ കള്ളം പറയുന്നില്ല. മിസ്സിസ് മാൻ ഒരു കുപ്പിയും ഗ്ലാസും എടുത്തു. നിങ്ങൾ കുട്ടികൾക്ക് ഈ മരുന്ന് കൊടുക്കാറുണ്ടോ? മിസ്സിസ് മാൻ ഗ്ലാസ് നിറയ്ക്കുന്നത് കൗതുകത്തോടെ നോക്കിക്കൊണ്ട് ബംബിൾ ചോദിച്ചു. അയ്യോ, പാവം കുട്ടികൾ, അവക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അവർ കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ കഴിയില്ല, നഴ്സ് പറഞ്ഞു. ശരിയാണ്, മിസ്റ്റർ ബംബിൾ പറഞ്ഞു. മിസ്സിസ് മാൻ, നിങ്ങൾ വളരെ കരുണയുള്ള സ്ത്രീയാണ്. ഞാൻ ഈ കാര്യം ബോർഡിനെ അറിയിക്കാം. നിങ്ങൾ ഒരു അമ്മയെപ്പോലെയാണ് അവരെ നോക്കുന്നത്. അദ്ദേഹം തന്റെ ഗ്ലാസ്സിലെ പാനീയം കുടിച്ചു തീർത്തു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ബംബിൾ തന്റെ ഡയറി എടുത്തു പറഞ്ഞു. ഒലിവർ ട്വിസ്റ്റ് എന്ന് പേരിട്ട ആ കുട്ടിക്ക് ഇന്ന് 9 വയസ്സായി. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. മിസ്സിസ് മാൻ തന്റെ സാരിത്തുമ്പുകൊണ്ട് കണ്ണ് തുടയ്ക്കുന്നതായി അഭിനയിച്ചു. ബംബിൾ തുടർന്നു. അവന്റെ അച്ഛനമ്മമാരെ കണ്ടെത്താൻ ഞങ്ങൾ ഒരുപാട് പണം വാഗ്ദാനം ചെയ്തു, ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ അവന്റെ അച്ഛൻ ആരെന്നോ അമ്മയുടെ പേരോ ഒന്നും കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മിസ്സിസ് മാൻ അത്ഭുതത്തോടെ ചോദിച്ചു. പിന്നെ അവന് എങ്ങനെയാണ് ഈ പേര് കിട്ടിയത്? ബംബിൾ അഭിമാനത്തോടെ പറഞ്ഞു. ആ പേര് ഞാൻ കണ്ടുപിടിച്ചതാണ്. ഞങ്ങൾ അനാഥക്കുട്ടികൾക്ക് ഇംഗ്ലീഷ് അക്ഷരമാലക്രമത്തിലാണ് പേരിടുന്നത്. ഇതിന് മുമ്പുള്ള കുട്ടിക്ക് ഇസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന സൊബിൾ എന്ന് ഞാൻ പേരിട്ടു. ഇവന് ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഡെവിസ്റ്റ് എന്ന് പേരിട്ടു. അടുത്ത കുട്ടിക്ക് അന്വിൻ എന്നും അതിന് ശേഷമുള്ള കുട്ടിക്ക് വിൽക്കിൻസ് എന്നും പേരിടും. ഇസഡ് വരെയുള്ള എല്ലാ പേരും എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ വലിയൊരു അറിവുള്ള ആളാണല്ലോ മിസ്റ്റർ ബംബിൾ, മിസ്സിസ് മാൻ പറഞ്ഞു. ബംബിൾ സന്തോഷത്തോടെ അത് സമ്മതിച്ചു. ഒലിവറിന് ഇപ്പോൾ പ്രായമായി. അവനെ വർക്ക്ഹൗസിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ബോർഡ് തീരുമാനിച്ചു. അവനെ ഇങ്ങോട്ട് വിളിക്ക്. മിസ്സിസ് മാൻ ഒലിവറിനെ വേഗം കഴുകി വൃത്തിയാക്കി മുറിയിലേക്ക് കൊണ്ടുവന്നു. സാറിനെ വണങ്ങൂ ഒലിവർ, അവർ പറഞ്ഞു. ഒലിവർ ബംബിളിനെയും അദ്ദേഹത്തിന്റെ തൊപ്പിയെയും നോക്കി വണങ്ങി. നീ എന്റെ കൂടെ വരുന്നു ഒലിവർ? ബംബിൾ ഗാംഭീര്യത്തോടെ ചോദിച്ചു. വരാമെന്ന് പറയാൻ തുടങ്ങിയ ഒലിവർ കണ്ടത് ബംബിളിന് പിന്നിൽ നിന്ന് തന്നെ നോക്കി മുഷ്ടി ചുരുട്ടി പേടിപ്പിക്കുന്ന മിസ്സിസ് മാനെയാണ്. അവരുടെ തല്ല് ഒരുപാട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഒലിവറിന് കാര്യം മനസ്സിലായി. അവരും എന്റെ കൂടെ വരുമോ? ഒലിവർ പേടിയോടെ ചോദിച്ചു. ഇല്ല, അവക്ക് വരാൻ കഴിയില്ല. പക്ഷേ അവർ ഇടയ്ക്ക് നിന്നെ കാണാൻ വരും, ബംബിൾ മറുപടി നൽകി. അതൊന്നും ഒലിവറിന് വലിയ ആശ്വാസം നൽകിയില്ല. എങ്കിലും അവിടുന്ന് പോകുന്നതിൽ വിഷമമുണ്ടെന്ന് അവൻ അഭിനയിച്ചു. വിശപ്പും സങ്കടവും കാരണം അവന് പെട്ടെന്ന് കരച്ചിൽ വന്നു. മിസ്സിസ് മാൻ അവനെ കെട്ടിപ്പിടിക്കുകയും ഒരു കഷ്ണം ബ്രെഡ് നൽകുകയും ചെയ്തു. തന്റെ ചെറിയ തൊപ്പിയും കയ്യിൽ ഒരു കഷ്ണം ബ്രെഡുമായി ഒലിവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. അവിടെ അവന് സ്നേഹമുള്ള ഒരു വാക്ക് പോലും കേൾക്കാൻ കിട്ടിയിരുന്നില്ല. എങ്കിലും ആ വീടിന്റെ പടിയിറങ്ങിയപ്പോൾ അവൻ സങ്കടത്തോടെ കരഞ്ഞു. അവിടെയുള്ള തന്റെ കൂട്ടുകാരെ വിട്ടുപോകുന്നതോത്ത് അവന് വലിയ ഏകാന്തത തോന്നി. മിസ്റ്റർ ബംബിൾ വേഗത്തിൽ നടന്നു. ഒലിവർ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചുകൂടെ ഓടി. ഇടയ്ക്കിടെ നമ്മൾ എത്താറായോ എന്ന് അവൻ ചോദിച്ചുകൊണ്ടിരുന്നു. ബംബിൾ ദേഷ്യത്തോടെയാണ് മറുപടി നൽകിയത്.
വർക്ക്ഹൗസിൽ എത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ബംബിൾ ഒലിവറിനെ വിളിക്കാൻ വന്നു. നിന്നെ കാണാൻ ബോർഡ് അംഗങ്ങൾ കാത്തിരിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞു. ബോർഡ് എന്നാൽ എന്താണെന്ന് ഒലിവറിന് അറിയില്ലായിരുന്നു. ബംബിൾ അവനെ ഒരു വലിയ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു മേശയ്ക്ക് ചുറ്റും കുറെ തടിച്ച മനുഷ്യർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ ചുവന്ന മുഖമുള്ള ഒരു തടിച്ച മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. ബോർഡിനെ വാങ്ങൂ, ബംബിൾ പറഞ്ഞു. ഒലിവർ തന്റെ കണ്ണുനീർ തുടച്ചു. അവിടെ മേശ അല്ലാതെ മറ്റൊന്നും കാണാത്തതുകൊണ്ട് അവൻ ആ മേശയെ നോക്കി വണങ്ങി. നിന്റെ പേരെന്താണ് കുട്ടി? കസേരയിൽ ഇരുന്ന ആ മനുഷ്യൻ ചോദിച്ചു. അവിടെ ഇരുന്നിരുന്ന മാന്യന്മാരെ കണ്ട് ഒലിവർ പേടിച്ചു വിറച്ചു. വീടിൽ അവനെ പുറകിൽ ഒന്ന് തട്ടിയപ്പോൾ അവൻ കരയാൻ തുടങ്ങി. പേടിക്കാരണം അവൻ വളരെ പതുക്കെയാണ് സംസാരിച്ചത്. ഇത് കേട്ടപ്പോൾ വെള്ള വേസ്റ്റ്കോട്ട് ഇട്ട ഒരു മാന്യൻ അവൻ ഒരു വിഡ്ഢിയാണെന്ന് പരിഹസിച്ചു. ഉയരമുള്ള കസേരയിൽ ഇരുന്നയാൾ പറഞ്ഞു, കുട്ടി, ഞാൻ പറയുന്നത് കേൾക്കൂ. നീ ഒരു അനാഥനാണെന്ന് നിനക്കറിയാമല്ലോ. അതായത് എന്താണ് സാർ? പാവം ഒലിവർ ചോദിച്ചു. ഈ കുട്ടി ഒരു വിഡ്ഢി തന്നെയാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു, വെള്ള വേസ്റ്റ്കോട്ട് ഇട്ടയാൾ പറഞ്ഞു. ആദ്യത്തെയാൾ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മിണ്ടാതിരിക്കൂ. നിനക്ക് അച്ഛനും അമ്മയുമില്ലെന്നും നിന്നെ വളർത്തുന്നത് ഈ ഇടവകയാണെന്നും നിനക്കറിയാമല്ലോ. അറിയാം സാർ, ഒലിവർ വിങ്ങിക്കരഞ്ഞുകൊണ്ട് മറുപടി നൽകി. നീ എന്തിനാണ് കരയുന്നത്? വെള്ള വേസ്റ്റ്കോട്ട് ഇട്ടയാൾ അത്ഭുതത്തോടെ ചോദിച്ചു. മറ്റൊരു മാന്യൻ പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു, നീ എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിക്കാറുണ്ടോ? നിനക്ക് ഭക്ഷണം തരികയും നിന്നെ നോക്കുകയും ചെയ്യുന്നവയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഉണ്ട് സാർ, ഒലിവർ വിക്കി പറഞ്ഞു. സത്യത്തിൽ അവനെ ആരും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്നില്ല. എങ്കിലും അവൻ അതെ എന്ന് പറഞ്ഞു. ചുവന്ന മുഖമുള്ള മാന്യൻ പറഞ്ഞു, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് പഠിപ്പിക്കാനും ഒരു തൊഴിൽ പരിശീലിപ്പിക്കാനുമാണ്. അതുകൊണ്ട് നാളെ രാവിലെ 6 മണിക്ക് നീ പഴയ കയറുകൾ അഴിക്കുന്ന ജോലി തുടങ്ങണം. വെള്ള വേസ്റ്റ്കോട്ട് ഇട്ടയാൾ കടുപ്പത്തിൽ പറഞ്ഞു. വീടിൽ പറഞ്ഞതനുസരിച്ച് ഒലിവർ അവരെ വണങ്ങി. പിന്നീട് അവനെ ഒരു വലിയ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു കടുപ്പമുള്ള കട്ടിലിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് അവൻ ഉറങ്ങിപ്പോയി. പാവം ഒലിവർ. തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ തീരുമാനം ആ സമിതി അന്നെടുത്തിട്ടുണ്ടെന്ന് ഉറക്കത്തിൽ അവൻ അറിഞ്ഞില്ല. ഈ ഭരണസമിതിയിലെ അംഗങ്ങൾ തങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണെന്ന് വിശ്വസിച്ചിരുന്നു. അഗതി മന്ദിരത്തിലെ പാവപ്പെട്ടവർ അവിടെ വലിയ സുഖത്തിലാണ് കഴിയുന്നതെന്ന് അവർ കണ്ടെത്തി. അവിടെ അവർക്ക് സൗജന്യമായി ഭക്ഷണവും താമസവും ലഭിക്കുന്നു. ഇത് മാറ്റാൻ സമിതി തീരുമാനിച്ചു. പാവപ്പെട്ടവർക്ക് അവർ 2 വഴികൾ നൽകി. ഒന്നുകിൽ അഗതിമന്ദിരത്തിനുള്ളിൽ കിടന്ന് പട്ടിണി മൂലം സാവധാനം മരിക്കുക, അല്ലെങ്കിൽ പുറത്തുപോയി പെട്ടെന്ന് മരിക്കുക. അവർ ഭക്ഷണത്തിന്റെ അളവ് വളരെ കുറച്ചു. ദിവസവും 3 നേരം നേർത്ത കഞ്ഞി മാത്രമാക്കി ചുരുക്കി. ഞായറാഴ്ചകളിൽ മാത്രം ചെറിയൊരു കഷ്ണം റൊട്ടി നൽകി. കുടുംബങ്ങളെ അവർ തമ്മിൽ വേർപിരിക്കുകയും ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ അഗതി മന്ദിരത്തിലുള്ളവർ പട്ടിണി കിടന്ന് മെലിഞ്ഞുണങ്ങി. പലരും മരിച്ചുപോയി. പക്ഷേ ഭരണസമിതിക്ക് ഇതിൽ വലിയ സന്തോഷമായിരുന്നു. കുട്ടികൾ ഭക്ഷണം കഴിച്ചിരുന്നത് ഒരു വലിയ ഹാളിലായിരുന്നു. അവിടെ ഒരു വലിയ പാത്രത്തിൽ മാസ്റ്റർ കഞ്ഞി വിളമ്പും. ഓരോ കുട്ടിക്കും ഒരു ചെറിയ പാത്രം കഞ്ഞി മാത്രമേ ലഭിക്കൂ. വിശപ്പ് കാരണം കുട്ടികൾ പാത്രം നക്കിത്തുടച്ച് വൃത്തിയാക്കുമായിരുന്നു. വിശപ്പ് സഹിക്കവയ്യാതെ ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് ഇനിയും കഞ്ഞി കിട്ടിയില്ലെങ്കിൽ വിശപ്പ് കാരണം എന്റെ അടുത്ത് കിടക്കുന്ന കുട്ടിയെ ഞാൻ തിന്നുപോകും. പേടിച്ചുപോയ കുട്ടികൾ ഒരു തീരുമാനമെടുത്തു. അന്ന് രാത്രി ഭക്ഷണത്തിന് ശേഷം മാസ്റ്ററുടെ അടുത്ത് ചെന്ന്
കൂടുതൽ കഞ്ഞി ചോദിക്കാൻ അവർ തീരുമാനിച്ചു. നറുക്കിട്ടപ്പോൾ ഒലിവർ ട്വിസ്റ്റിന്റെ പേരാണ് വന്നത്. അന്ന് വൈകുന്നേരം കഞ്ഞി കുടിച്ച ശേഷം ഒലിവർ പേടിയോടെ എഴുന്നേറ്റു. പാത്രവും കയ്യിലെടുത്ത് മാസ്റ്ററുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു, "സാറേ, എനിക്ക് കുറച്ചുകൂടി വേണം." തടിച്ച ശരീരപ്രകൃതിയുള്ള മാസ്റ്റർ ഇത് കേട്ട് ഞെട്ടിപ്പോയി. അയാൾ വിളറി വെളുത്തു. വിശ്വസിക്കാനാവാതെ അയാൾ ഒലിവറിനെ നോക്കി. "എന്ത്?" മാസ്റ്റർ ചോദിച്ചു. "സാറേ, എനിക്ക് കുറച്ചുകൂടി വേണം," ഒലിവർ വീണ്ടും പറഞ്ഞു. മാസ്റ്റർ ഒലിവറിന്റെ തലയിൽ തവിട്ടുകൊണ്ട് അടിക്കുകയും അവനെ പിടിച്ചു നിർത്തി ബഹളം വച്ച് മിസ്റ്റർ ബംബിളിനെ വിളിക്കുകയും ചെയ്തു. മിസ്റ്റർ ബംബിൾ ഓടിച്ചെന്ന് ഭരണസമിതിയെ വിവരമറിയിച്ചു. മിസ്റ്റർ ലിങ്കിൻസ്, ഒലിവർ ട്വിസ്റ്റ് കൂടുതൽ ഭക്ഷണം ചോദിച്ചു. എല്ലാവരും അമ്പരന്നു. "കൂടുതലോ?" ലിങ്കിൻസ് ചോദിച്ചു. അവൻ തന്ന ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും ചോദിച്ചെന്നു. "അതെ സാർ," ബംബിൾ മറുപടി നൽകി. അവിടെയുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, "ആ പയ്യനെ തൂക്കിലേറ്റും, എനിക്കുറപ്പാണ്." അവർ ഒലിവറിനെ ഒരു മുറിയിൽ അടച്ചു. ഒലിവറിനെ ഏതെങ്കിലും ജോലി പഠിപ്പിക്കാനായി കൊണ്ടുപോകുന്നവർക്ക് 5 പൗണ്ട് പ്രതിഫലം നൽകുമെന്ന് കാണിച്ച് അടുത്ത ദിവസം രാവിലെ അവർ പരസ്യം പതിപ്പിച്ചു. "എന്റെ ജീവിതത്തിൽ ഇത്രയധികം ഉറപ്പുള്ള മറ്റൊരു കാര്യമില്ല," വെള്ള വേസ്റ്റ്കോട്ട് ധരിച്ച മാന്യൻ പറഞ്ഞു. "ഈ പയ്യൻ തൂക്കുമരത്തിൽ തന്നെ അവസാനിക്കുമെന്ന് എനിക്കുറപ്പാണ്." ഒലിവർ ട്വിസ്റ്റിന്റെ ജീവിതം അങ്ങനെയാണോ അവസാനിക്കുന്നത് എന്ന് ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തുന്നത് കഥയുടെ രസം കുറയ്ക്കും. അത് നമുക്ക് പിന്നീട് കാണാം.